ഷീജ എന്നാണ്. ഇതെൻ്റെ ഭർത്താവാണ്. ഞങ്ങൾ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 ജൂൺ മാസത്തിലാണ്. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എൻ്റെ ശരീരം മൊത്തം നീരും വേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയിട്ടും ഒന്നും മരുന്ന് മേടിച്ചിട്ട് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായിരുന്നു. ഒരിക്കലും വേദന മാറുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. ഇവിടുന്ന് പോയി. എൻ്റെ ഭർത്താവ് 25 വർഷത്തിൽ മുകളിലായിട്ട് മദ്യപാനി ആയിരുന്നു. വീട്ടിൽ ചെന്നതിൽ പിന്നെ ഒരിക്കലും ഇത്ര നാളായിട്ടും മദ്യപിച്ചിട്ടില്ല. ശരീരവേദന കുറച്ച് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുറഞ്ഞ് എനിക്കിപ്പോൾ 95% വേദന കുറഞ്ഞു. 100% വേദന ഉണ്ടായിരുന്ന എനിക്കിപ്പോൾ 95% വേദന കുറഞ്ഞു. 5% സാധാരണ നോർമലി ഉള്ള വേദന മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി വയ്ക്കാത്ത കാര്യമാണ് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ള മാതാവ് അത്ഭുതമായിട്ട് നടത്തി തന്നത്. ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്ന ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കണമെന്ന്. പക്ഷേ അത് ഞങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് മേടിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്ത് അവർ കുറ്റി നിറച്ചായിരുന്നു വീട് വെക്കാൻ വേണ്ടി. അത് വിൽപ്പന നടക്കില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ കുറ്റി വീട് പണിയാൻ വേണ്ടിയിട്ട് കുറ്റി അടിച്ച് വെച്ചേക്കും. അപ്പം ഞാൻ മനസ്സിലോർത്തു, മാതാവേ, അവിടെ ഒരു വീടും കൂടി വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് നടക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മാതാവേ എന്ന് പറഞ്ഞു. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ, മാതാവിനോട് ചോദിച്ചില്ല. അതിലും വലിയ ആഗ്രഹങ്ങൾ എനിക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ചോദിക്കാതിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു, നമുക്കത് മേടിക്കാം, ഒരു ചിട്ടി കിട്ടാനുണ്ട്. അപ്പം എൻ്റെ സഹോദരന് ആ പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചേട്ടായിയോട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു, അത് മേടിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടായി ഉടമ്പടി ലോകറ്റ് ആയിട്ട് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ചെന്നു, സ്ഥലക്കാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് നടത്തിയേക്കാം, ഇത് 6 മാസത്തെ അവധി തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിട്ടിയൊക്കെ കിട്ടാനുണ്ട്, അപ്പോഴത്തേക്കും അവധി തരാമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ഒരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് മാതാവ് ഇവിടെ വന്നത് നടത്തി തന്നു. അതുകൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വഴി മാത്രം ഞങ്ങൾക്ക് അവകാശമുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തിന് ഒരിക്കലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവർ തരില്ല എന്ന് ബെല്ലം പിടിച്ച് മുറുക്കെ പിടിച്ച് വാശിയും വഴക്കും ഒക്കെ ആയിരുന്നു ഞങ്ങളോട്. അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് തരില്ല, പൈസ കൊടുത്ത് മേടിച്ചാലും തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് ബലം പിടിച്ച് വഴക്കൊക്കെ കൂടി ഉള്ളവരായിരുന്നു. ഉടമ്പടിയിൽ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയെ, ഞങ്ങൾക്ക് വഴി വേണം. അമ്മ തന്നെ ഞങ്ങൾക്ക് മേടിച്ച് എന്നെ ഉടമ്പടിയിൽ അമ്മയാണ് ഞങ്ങൾക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നത് അമ്മയാണ്. അമ്മ തന്നെ ഞങ്ങൾക്കത് മേടിച്ച് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് നടത്തി തന്നെ അമ്മയെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയി. അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ വഴി ഒരു ബലം പിടിച്ച് നടന്ന ഞങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ചെവിയിൽ ആരോ 8 എന്ന് പറയുക. 8 എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരു പ്രായമായ ഒരു അമ്മയുടെ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. 8 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുകൊണ്ട് തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നോട് 8 എന്ന് എന്നോട് ഒരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 25-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് പറഞ്ഞത്. എന്നും ഞാൻ ഓർക്കും 8-ാം തീയതി എന്തോ ഒരു ഇടപെടലുണ്ടെന്ന് കരുതി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 8-ാം തീയതി രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം നെറ്റി പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഇന്ന് 8-ാം തീയതി ആട്ടോ, പ്രാർത്ഥിക്കണം, നീയും നന്നായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം, എന്തെങ്കിലും ഇന്ന് അമ്മയുടെ ഇടപെടലുണ്ടാവും എന്ന് പറഞ്ഞ് ആൾ വീട്ടിൽ നിന്ന് പോയത്. വൈകുന്നേരമായിട്ടും വീട്ടിൽ നിന്ന് ആൾ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഇതെന്നാ ഇത്ര നേരമായിട്ടും വരാത്തെ. ഞാൻ പകലൊക്കെ ഓർത്ത് 8-ാം തീയതി ഇന്നാണല്ലോ, 8 എൻ്റെ ചെവിയിൽ ആരോ എൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു.
എന്നിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കിയപ്പോൾ പുള്ളി ഫോൺ എടുക്കുന്നില്ല. ഒരു സുഹൃത്താണ് ഫോൺ എടുത്തത്. അപ്പം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷിബു എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. പറഞ്ഞു ഷിബു ഹോസ്പിറ്റലിലാണ്, അവന് നെഞ്ചുവേദനയാണ്. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുപോകോ, വേറെ ഹോസ്പിറ്റലിലോട്ട് പോകോ എന്ന് പറഞ്ഞു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ECG എടുത്തപ്പോൾ ഹൃദയമെടുപ്പ് 110 താഴെയുള്ള വരാവുള്ളൂ. അത് 210/9 നിൽക്കും. അപ്പോൾ വേഗം തൊടുപുഴ ഹോസ്പിറ്റലിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ ഉള്ളവരൊക്കെ പേടിച്ചു, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവനകത്ത് ECG എടുക്കുമെന്ന് മാത്രം അവർ പറഞ്ഞോളൂ. അവരവിടെ നിന്ന് തൊടുപുഴ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം 210 ആയിരുന്നു, 215/19 കടന്നു. അപ്പോൾ കാഷ്വാലിറ്റി ചെന്നു. ECG അവർ എടുക്കാൻ വേണ്ടി കിടത്തിയപ്പോൾ 219 വന്നപ്പം അവർ വേഗം ICUയിലേക്ക് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം ഓടി ആളെയും കൊണ്ട് അകത്തേക്ക് കയറി അവർ ICU കയറ്റി കിടത്തി. ഡോക്ടർമാർക്ക് ഒക്കെ ഭയങ്കര വെപ്രാളപ്പെട്ട് വിഷമിച്ച് അവർ പറയുക, ദൈവമേ ഇത്രയും ഇടുപ്പാണോ, 219 ഇടുപ്പ്, ഇത്രയും ഒത്തിരി കൂടുതൽ ആളെ കിട്ടില്ലാത്ത അവസ്ഥയാണ് അവർ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ്, ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം, എന്ത് വേണേലും സംഭവിക്കും, ചിലപ്പോഴത് പിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നന്നായിട്ട് ചുമച്ച് കഴിയുമ്പോഴാണ് ഇതിന് ചുമച്ചാലാണ് ഇത് പറ്റുള്ളൂ, നന്നായിട്ട് ശക്തി എടുത്ത് ചുമക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കയ്യെ പിടിച്ചു. അവർ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടെല്ലാം ശരിയാക്കി വെച്ചു. അന്നേരം ചേട്ടനോട് പറഞ്ഞു, ഇപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കണോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ കഴുത്തേൽ ചേട്ടൻ ഉടമ്പടി എടുത്തതായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു. അപ്പം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഒരാൾ ഉടമ്പടി എടുത്താൽ മതി, ചേട്ടൻ ഉടമ്പടി എടുക്കേണ്ട, അത് ഒന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒന്ന് പുതുക്കിയുണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ ഉടമ്പടി പിന്നെ എടുത്തില്ലായിരുന്നു. ഞാൻ 11 ഉടമ്പടി എടുത്ത് മുടങ്ങാതെ പുതുക്കിയതായിരുന്നു. അപ്പം എൻ്റെ കൂടെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പം ലോക്കറ്റ് ഉള്ളതുകൊണ്ട് ചേട്ടൻ്റെ കഴുത്തിൽ ലോക്കറ്റ് ഉണ്ട്. അപ്പം മാതാവിൻ്റെ ഈ ലോക്കറ്റ് കണ്ട് ആ ഡോക്ടർ തന്നെ ചങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നന്നായിട്ട് പ്രാർത്ഥിച്ചോളണം. അവരെല്ലാവരും കൂടി നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ഭയങ്കര ബഹളം. ഡോക്ടർമാരും നേഴ്സുമാരും ഈശോയെ രക്ഷിക്കണേ എന്ന്, മറ്റുള്ള നേഴ്സുമാർ പറഞ്ഞു, ചേട്ടാ നന്നായിട്ട് ചുമക്കുക ചേട്ടാ, ഈശോയെ രക്ഷിക്കണേ എന്ന് ഡോക്ടർമാർ കരഞ്ഞു പറയുമെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞേ. അത് ഇഞ്ചക്ഷൻ കൊടുത്തു, കൈ പൊക്കി ശരിക്കും ചേട്ടൻ ആഞ്ഞ് ചുമക്കുക ചേട്ടാ എന്ന് പറഞ്ഞു. ചുമച്ചു. 1 മിനിറ്റ് കഴിഞ്ഞതേക്കും 219 ECGയുടെ ഹൃദയമെടുപ്പ് 102 വന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല, വീട്ടിലിരിക്കുവാണ്. ഇതേ സമയം കറക്റ്റ് സമയത്താണ് ഞാൻ വിളിച്ച് ECG എടുത്തോണ്ടിരുന്ന സമയത്താണ് ഞാൻ വിളിച്ചത്. എനിക്ക് ഒരു മനസ്സിലൊരു വിഷമം തോന്നി, ഇത്ര നേരമായിട്ടും വിളിച്ചില്ല. ഇത് 8 എന്ന് എൻ്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞ് ഇതുണ്ടെന്ന് എനിക്ക് ശരിക്കും എൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. അപ്പം തന്നെ ഞാൻ സുഹൃത്തിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മോനെ വിളിച്ചു. മോൻ പറഞ്ഞു, പോകാം അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലോട്ടെന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ വേഗം ഡ്രസ്സ് മാറി പോകാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കൃപാസന അമ്മ എൻ്റെ അമ്മ തന്നെയാണ് ഇന്ന് 8-ാം തീയതി എന്ന് പറഞ്ഞു തന്നതെങ്കിൽ എൻ്റെ ചേട്ടനെ നീ രക്ഷിക്കണം എന്ന് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ചേട്ടനോട് ഇങ്ങോട്ട് തന്നെ വിളിക്കാൻ പറയണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ബൈജു എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു. അവർ രണ്ടുപേരും കുറേ പേരെല്ലാവരും ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അവൾ വിളിക്കുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, എന്നോട് പറയണ്ട, എനിക്ക് വേഗം ടെൻഷനാവും, അതുകൊണ്ട് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞില്ല. ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഷീജ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ
പ്രാർത്ഥിച്ചു. ഞങ്ങൾ മുട്ടുകുത്തി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പം തന്നെ അവനോട് വിളിക്കാൻ പറയാമെന്ന് അവർ പറഞ്ഞു. ഭയങ്കര സീരിയസ് ICU കിടന്ന ആളെ വിളിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതമായിട്ട് മാതാവ് ചേട്ടനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. ചേട്ടൻ വിളിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയായി, ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം തന്നെ ഉള്ളൂ തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറ്റാക്കിൻ്റെ പ്രശ്നമായിരുന്നു, സൈലൻ്റ് അറ്റാക്കായിരുന്നു ചേട്ടന് വന്നത്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോണ്ട് രക്ഷപ്പെട്ടു. ഒരു 10 കിലോമീറ്റർ, ഒരു 2 കിലോമീറ്റർ അകലെയാണ് വീട്. അപ്പം കടയിൽ വെച്ച് ഒരു സുഹൃത്ത് അവിടെ നിന്ന് മിണ്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് നെഞ്ചുവേദന ഉണ്ടായത്. വീട്ടിലോട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇനി പോകുള്ള, ഇനി ഇതിനു മുമ്പൊക്കെ വരാറുണ്ട്, എനിക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാറുള്ള ആളാണ്. വീട്ടിൽ വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോകില്ലായിരുന്നു. അമ്മ മാതാവ് തന്നെയാണ് ആ സുഹൃത്തിനെ കൊണ്ടുവന്ന് മുമ്പിൽ എത്തിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും. തിരുക്കുമാരനും ഇടപെട്ട് ഞങ്ങളെ രക്ഷിച്ചു. എൻ്റെ ചേട്ടന് ജീവൻ തിരിച്ചു തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, പറയാൻ പാടില്ലാത്ത പോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തെ എപ്പോഴും വഴി നടത്തുന്ന അമ്മയാണ്. അമ്മയും തിരുക്കുമാരനും ഒന്നു ചേർന്നാണ് ഇനി എന്നും ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാവരെയും ബന്ധുക്കളെയും എല്ലാവരെയും ഇതോടുകൂടി എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ മോള് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ അനാഥശാലയിൽ പോകാറുണ്ട്. അമ്മമാർക്ക് ഭക്ഷണം വാരി കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് പത്രം കൊടുക്കും. അവർക്ക് വേണ്ട പോലെ ഞങ്ങൾക്ക് അധികമൊന്നുമില്ല, ഉള്ളതിൽ ഉപരി ഞങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പനും അമ്മയും വീട്ടിൽ മക്കളൊന്നും ചെല്ലാത്തവരുടെ വീട് അടിച്ചു വാരി തുടച്ച് അവർക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ അരി സാധനങ്ങളൊക്കെ ഒത്തിരിയൊന്നും കൊടുക്കാനില്ലെങ്കിലും ഉള്ളതുപോലെ ഞങ്ങൾ ഉള്ളത് കഴിച്ച് ഞങ്ങൾ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിൽ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഉറപ്പായിട്ടും കുമ്പസാരിക്കാറുണ്ട്. അഖണ്ഡ ജപമാല കൂടാറുണ്ട്. പള്ളിയിൽ എന്നും പോകാറില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ എന്നും എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട്. ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴും ഈശോയോട് ചേർന്ന് അമ്മ മാതാവും ഞങ്ങൾ എപ്പോഴും ഈശോയും കൂടി ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഈശോയെ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 100,000 നന്ദി. എനിക്ക് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടായി, ഇത്ര നാൾ 3 വർഷമായി. പിന്നെ എൻ്റെ ശരീരവേദന പൂർണ്ണമായിട്ട് മാറി. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയുടെ 100,000 ക്ഷമ ചോദിക്കുന്നു. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒത്തിരി തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ നെഞ്ചിൽ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയെ എന്നെ രക്ഷപ്പെടുത്തണമേ, ഞാൻ 2ാമത് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് അവിടെ വെച്ച് ICUവിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തു. ഇത് അമ്മയ്ക്ക് നന്ദി. മദ്യപാനം എനിക്ക് 25 വർഷമായിട്ട് മദ്യപാനമുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും 5 വർഷമായിട്ടും നിർത്തി. ഒട്ടും മദ്യപാനമില്ല. നിയമാവർത്തനം 29:12-13 തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയും അനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തൻ്റെ ജനമായി സ്ഥാപിക്കും. അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഷീജ ഷിബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി സമർപ്പിക്കുകയാണ്. സഹോദരി പറഞ്ഞു തുടങ്ങിയത് 25 വർഷമായുള്ള മദ്യപാനശീലം ഉടമ്പടി എടുത്തതിലൂടെ ജീവിത പങ്കാളി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പിന്നീട് ഇന്ന് വരെയും ആ ഒരു ദുശീലത്തിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ശീലങ്ങളെ ക്രമീകരിക്കുവാൻ എപ്പോഴും സഹായിക്കുന്നതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നാം അതിൻ്റെ ആത്മവിശുദ്ധീകരണ നടപടികൾ ജീവിച്ച് പാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ആദ്യത്തേത് എൻ്റെ ബലഹീനതയായ മദ്യപാനം, ലഹരി വസ്തു ഉപയോഗം എന്നിവ ഞാൻ വിട്ടുപേക്ഷിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത് ഗലാത്തിയ 5:19 പ്രകാരം എൻ്റെ ആത്മാവിന് വിരുദ്ധമായ ജഡിക പാപങ്ങളായ
വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും സദൃശമായ മറ്റു പ്രവൃത്തികളും ഞാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിയായ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ തന്നെ ആത്മവിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നതിന് അത് സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എത്തിച്ചേരുന്ന സഹോദരങ്ങൾ ആദ്യത്തെ ആത്മവിശുദ്ധീകരണ നടപടികളിലേക്ക് സന്തോഷത്തോടെ വ്യാപരിക്കുമ്പോൾ ആ ജീവിതത്തിൽ തന്നെ ഒരു ശാന്തത കൈവരുന്നത്, പെരുമാറ്റത്തിന് ഒരു സന്തോഷം കൈവരുന്നത്, ഏതൊരു ക്ലേശത്തിലും പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് അവർ പങ്കുവെക്കുന്നതിൻ്റെ അടിസ്ഥാനം. സഹോദരൻ ഉടമ്പടിയെടുത്ത നാൾ മുതൽ ഈ ദുശ്ശീലത്തിൽ നിന്ന് വിടുതൽ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ശാരീരികമായ രോഗക്ലേശങ്ങളിൽ അമ്മ മാതാവിലൂടെ ലഭിച്ച സൗഖ്യത്തിനും സംരക്ഷണത്തിനും കുടുംബം നന്ദി പറയുന്നു. അഭിചാരിതമായി ഉണ്ടായ ഒരു ഹൃദയസ്തംഭനം അത് വളരെ ഗൗരവമുള്ള രീതിയിൽ ബാധിക്കുകയും എന്നാൽ ആ നിമിഷങ്ങളിലൊക്കെയും താൻ ശരീരത്തിൽ ധരിച്ചിരുന്ന അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അമ്മയുടെ അരികിലേക്ക് തിരുക്കുമാരനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തന്നെ മരണവക്കിൽ നിന്ന് ജീവൻ്റെ നല്ല ദിവസങ്ങളിലേക്ക് തിരികെ പ്രവേശിക്കുവാൻ മകന് ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിച്ചതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതം കടന്നു പോകുന്നത് ഏത് വലിയ വിഷയത്തിലൂടെയാണെങ്കിലും അമ്മ മാതാവിൽ ആശ്രയിച്ചത് സമർപ്പിക്കുമ്പോൾ ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക തീരുമാനം നൽകി സഹായിക്കുന്നുവെന്ന് ഈ കുടുംബം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഒരു വീടിനോട് ചേർന്ന് 10 സെൻറ്റ് സ്ഥലം അത് ആഗ്രഹിച്ചു, പക്ഷേ പണമില്ല, എങ്കിലും അത് ചേർന്നാൽ മാത്രമേ സൗകര്യങ്ങളാവുകയുള്ളൂവെന്ന് കുടുംബം ആഗ്രഹിച്ച അമ്മയുടെ അരികിൽ നിയോഗം എഴുതി സമർപ്പിക്കുന്നുണ്ട്. സഹോദരി പറയുന്നുണ്ട്, ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ മറ്റാർക്കോ കൊടുക്കുവാൻ വേണ്ടി കുറ്റിയടിച്ച് ആ പുരയിടം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്നാൽ തിരികെ ചെല്ലുമ്പോൾ ജീവിത പങ്കാളിയും പറഞ്ഞു, ഒരു ചിട്ട് നമുക്ക് കിട്ടുവാനുണ്ട്, ഈ സ്ഥലം നമുക്ക് ചോദിക്കാമെന്ന്. അമ്മ മാതാവ് ആ സ്ഥലം അത്ഭുതകരമായി യാതൊരു തടസ്സവും പ്രയാസവുമില്ലാതെ കുടുംബത്തിൽ നൽകുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തുവെന്ന്. ഒരു വഴി കിട്ടുവാൻ വേണ്ടി ഏറെ ക്ലേശിച്ചു, അത് ലഭിക്കാതെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ എല്ലാ പ്രയാസങ്ങളും അകറ്റുന്ന, ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തരുന്ന, മനുഷ്യർ അസാധ്യമെന്ന രീതിയിൽ വല്ലാത്ത രീതിയിൽ വിലങ്ങുതടിയാകുമ്പോൾ അതിനെപ്പോലും എടുത്തു മാറ്റിക്കൊണ്ട് വഴികളെ സുഗമമാക്കുന്ന അമ്മയുടെ വലിയ സംരക്ഷണം, ഏറെ ക്ലേശത്തോടെ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ആ വഴി അത് സ്വന്തമാക്കുന്നതിനുള്ള പദ്ധതികൾ അമ്മ മാതാവ് കുടുംബത്തിന് ഒരുക്കി കൊടുത്തതും സാക്ഷ്യപ്പെടുത്തി. ഓരോന്നും ഗൗരവമുള്ളതായിരുന്നു. ഓരോ ജീവിത വിഷയവും വല്ലാതെ ക്ലേശത്തിലൂടെ കടന്നുപോയതായിരുന്നു. 8 എന്നൊരു സംഖ്യ കൃത്യമായി കുടുംബത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. അത് നന്മയായിരിക്കും, വലിയ സന്തോഷത്തിൻ്റെ ദിനമായിരിക്കുമെന്ന് കരുതി 8 എന്ന സംഖ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വന്നത് വലിയ ദുരന്തമായിരുന്നു. വന്നത് ചേട്ടന് വന്ന ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്നാൽ അത് അമ്മ മാതാവ് ഞാൻ ഈ വരാൻ പോകുന്ന ദുരന്തത്തെ കാണുന്നുവെന്നും ഈ ദുരന്തത്തിൽ നിന്നും എൻ്റെ കുടുംബത്തെ ഞാൻ കരകയറ്റുമെന്നും അമ്മ നൽകിയ സന്ദേശമായിരുന്നു 8 എന്ന അക്കത്തിലൂടെ. ഈ കുടുംബം ഇന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ ദിവസം ആദ്യത്തെ വാർത്ത സങ്കടത്തിൻ്റെതായിരുന്നുവെങ്കിലും ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ എങ്ങനെ അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചുവെന്ന്, ആരോഗ്യം തിരികെ നൽകിയെന്ന്, അത്ഭുതകരമായ സമയച്ചുരുക്കത്തിൽ സാധാരണ നിലയിലേക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവന്നുവെന്ന് ഇന്ന് നന്ദിപൂർവ്വം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന ഓരോ സന്ദേശത്തിനും വലിയ വിലയുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനും അത് തോന്നലാവില്ല, അത് വെറുതെ ആവില്ല. ഉടമ്പടിയുടെ ഒരു നിയോഗത്തിൻ്റെ സബലീകരണത്തിന് വേണ്ടി നമുക്ക് കൈമാറുന്ന വ്യക്തമായ അടയാളമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. ചില വാക്കുകളാവാം, ചില അക്കങ്ങളാവാം, ചില വ്യക്തികളുടെ ഇടപെടലുകളാവാം, അവ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് ഒരുക്കി തരുന്ന അടയാളങ്ങളാവും. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും ഒരു ദൈവിക സംരക്ഷണമുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നുവോ, നാം വല്ലാതെ നമുക്ക് വരുന്ന ആകസ്മികമായ പ്രശ്നങ്ങളിൽ ദൈവികമായ സംരക്ഷണം നമുക്ക് ഗ്യാരൻറ്റീഡാണ്. അതുകൊണ്ടാണ് സഹോദരി പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നിരുന്നെങ്കിൽ
ഇതുപോലെ ഒരു അറ്റാക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ എൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ജോലിയിലായിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു മറ്റ് വ്യക്തികൾ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണം ദൂതരെ അയച്ച് കാത്തതുകൊണ്ട് ഇന്ന് ആരോഗ്യത്തോടു കൂടി എൻ്റെ ഒപ്പമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി അസാധ്യമെന്ന് കരുതുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് സുസാധ്യമാക്കി തരുന്ന ആത്മീയ അനുഭവത്തിൻ്റെ ശൈലിയാണ്, പദ്ധതിയാണ്. ഉടമ്പടി നമുക്ക് വലിയ ദൈവിക സംരക്ഷണം നമുക്ക് ചുറ്റും നൽകിക്കൊണ്ട് ആകസ്മികമായി വരുന്ന പ്രതിസന്ധികളിൽ ജീവിതത്തെ ശുഭകരമാക്കുവാൻ വേണ്ടി ദൈവം ഈ നാളുകളിൽ നമുക്ക് കൈമാറിയ സന്തോഷത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ വേഗത്തിൽ അമ്മ ഏറ്റെടുത്ത് ഈശോയിൽ നിന്ന് അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.